നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. നിയമസഭാ പ്രചരണ ചൂടിൽ ഒല്ലൂർ, തൃശൂർ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ. ചലച്ചിത്ര നടനും സംവിധായകനുമായ EA രാജേന്ദ്രൻ അന്തരിച്ചു. 71 വയസ്സായിരുന്നു. പൗരസ്ത്യ കൽതായ സുറിയാനി സഭയുടെ 35ാമത് കൽതായ കൺവെൻഷൻ ആരംഭിച്ചു. വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ ദിനങ്ങളിൽ ഡ്രൈ ഡേ പ്രഖ്യാപിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ഡിജിറ്റൽ സർവേ ഉപകരണങ്ങൾ വാങ്ങിയതിൽ മന്ത്രി കെ രാജനെതിരെ ഹൈക്കോടതി അന്വേഷണം എന്ന വ്യാജ പ്രചാരണം നടത്തിയതിൽ ഒല്ലൂരിലെ UDF സ്ഥാനാർത്ഥി ഷാജി ജെ കോടങ്കണ്ടത്ത് മാപ്പ് പറയണം എന്ന് ഹൈക്കോടതി. കെ രാജനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടില്ല എന്ന് വ്യക്തമാക്കിയാണ് ഷാജി മാപ്പ് പറയണമെന്ന ഹൈക്കോടതി നിർദ്ദേശം. ഇല്ലാത്ത ഉത്തരവിന് ഉണ്ട് എന്ന വ്യാജേന ഷാജി തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചു. ഹൈക്കോടതി ഉത്തരവിനെ മനഃപൂർവ്വം വളച്ചൊടിച്ച് നേട്ടമുണ്ടാക്കാൻ കോടതി ഉത്തരവിനെ തെറ്റായി വ്യാഖ്യാനിച്ചു. ഇത്തരമൊരു നടപടി അഭിഭാഷകൻ കൂടിയായ ഷാജി കോടങ്കണ്ടത്തിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും വാക്കുകൾ കൊണ്ട് കളിക്കരുതെന്നും കോടതിയുടെ ഉത്തരവിൽ ഇടപെടാൻ ആരെയും അനുവദിക്കില്ലെന്നും ചീഫ് ജസ്റ്റിസ് സൗമിക് സെൻ ഓർമ്മിപ്പിച്ചു. തൃശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തന്റെ എതിർ സ്ഥാനാർത്ഥിയായ കെ രാജനെതിരെ ഷാജി കോടങ്കണ്ടത്ത് ആക്ഷേപം ഉന്നയിച്ചിരുന്നു. നിയമസഭാ പ്രചരണ ചൂടിൽ ഒല്ലൂർ, തൃശൂർ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ. UDF ഒല്ലൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കണ്ടത്തിന്റെ സ്ഥാനാർത്ഥി പര്യടനം ആരംഭിച്ചു. മാടക്കത്ര കട്ടിലപ്പൂവത്ത് KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. KPCC ജനറൽ സെക്രട്ടറി KB ശശികുമാർ, INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KN വിജയകുമാർ, DCC ജനറൽ സെക്രട്ടറി KC അഭിലാഷ്, മണ്ഡലം പ്രസിഡന്റ് VS പ്രദീപ്, കേരള കോൺഗ്രസ് നേതാവ് PM ഏലിയാസ്, ജോൺസൺ മല്യത്ത്, TS മനോജ് കുമാർ, TS ബിജു, ധനിക്, NR രാധാകൃഷ്ണൻ, സുകുമാരൻ മാസ്റ്റർ, NS നൌഷാദ് മാസ്റ്റർ, അഡ്വക്കേറ്റ് അജി, ശകുന്തള സജീവ് എന്നിവർ പ്രസംഗിച്ചു. വിവിധയിടങ്ങളിൽ നൽകിയ സ്വീകരണത്തിന് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കണ്ടത്ത് നന്ദി അറിയിച്ചു. സ്ഥാനാർത്ഥി പര്യടനം മാടകത്ര, മണ്ണുത്തി മണ്ഡലങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിൽ പൂർത്തിയായി. നാളത്തെ പര്യടനം കുറുക്കഞ്ചേരി മണ്ഡലത്തിലെ നെടുപുഴ മദാമത്തോപ്പ് നിന്നും ആരംഭിക്കും. മനോഹരമായ റോഡ് കേരളത്തിലെ ഏത് റോഡുകളെക്കാളും മികച്ച റോഡുകളാക്കി ഒല്ലൂരിൻ്റെ ഏറ്റവും പ്രധാന നമ്മുടെ നാട്ടിൽ നടന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങളോട് സംസാരിച്ച് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് അരിവാളും ധാന്യക്കതിരും അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തണമെന്ന് സവിനയം അഭ്യർത്ഥിക്കാനാണ്. നിങ്ങൾക്ക് സാധ്യമാകുന്ന ബന്ധുക്കളോടും മിത്രങ്ങളോടും സഹപ്രവർത്തകരോടുമൊക്കെ അങ്ങനെ പറയാൻ പ്രേരിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കാനാണ്. ധാരാളമായ വീടുകളും വോട്ടർമാരുമുള്ള ഈ മണ്ഡലത്തിനകത്ത് പ്രത്യേകിച്ചൊരു മലയോര മേഖല എന്ന നിലയിൽ എല്ലായിടത്തും എത്തിപ്പെടാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് കൂടിയാണ് ഇത്തരം പൊതുവേദികൾ സംഘടിപ്പിച്ചുകൊണ്ട് ആ പ്രവർത്തനത്തിന് നിങ്ങൾ നേതൃത്വപരമായ പങ്കുവഹിക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. മാടക്കത്ര പഞ്ചായത്ത് വികസനത്തിൻ്റെ തേരിൽ യാത്ര ചെയ്തത് എത്ര ദൂരം എന്ന് കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ അഭിമാനകരമാണ്, ആവേശകരമാണ് ഈ മണ്ഡലത്തിൻ്റെ പൊതുപ്രത്യേകതകൾ. ഒരുപക്ഷേ ഒരു പഞ്ചായത്തിലെ എല്ലാ PWD റോഡുകളും BMBC റോഡുകളായി മാറിയതിൻ്റെ ഒന്നാമത്തെ പഞ്ചായത്തായി നമ്മുടെ ജില്ലയിൽ മാറിയ പഞ്ചായത്തിൻ്റെ പേരാണ് മാടക്കത്ര പഞ്ചായത്ത്. എൻ്റെ സങ്കടം, ഈ വെള്ളവര വരച്ച് മഞ്ഞ കൊണ്ട് കോഷനിട്ട് മനോഹരമായി 7 വർഷക്കാലത്തെ ഗ്യാരണ്ടിയോടുകൂടി പണിത റോഡിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് തന്നെ ഇവിടെ വികസന മുരടിപ്പുണ്ട് എന്ന് പറയുന്നവർ ജനങ്ങൾ എന്ത് കരുതും എന്നെങ്കിലും ചിന്തിക്കണ്ടേ? ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ എവിടെയും വെല്ലുവിളി ഏറ്റെടുക്കാൻ ഞാൻ തയ്യാർ. നിങ്ങൾ എവിടെ ചെന്നു നിന്നാലും, ഈ നിയോജക മണ്ഡലത്തിൻ്റെ അതിരുകൾക്കകത്ത് എവിടെ ചെന്നു നിന്നാലും, എവിടെ ചെന്നു നിന്ന് നിങ്ങൾ വിളിച്ചാലും അതിനോട് ചേർന്നൊരിടത്ത്
അതിനോട് ചേർന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന വിധത്തിലുള്ള വികസനത്തിന്റെ കയ്യൊപ്പ് ഈ ഗവൺമെന്റ് നടത്തിയിട്ടുണ്ട് എന്ന് വളരെ അഭിമാനത്തോടെ നമുക്ക് കാണാൻ പറ്റും. എല്ലാവരും ചേർന്നായിരുന്നു അത്. ഏതെങ്കിലും വിധത്തിൽ രാഷ്ട്രീയവൽക്കരിക്കുകയോ വാർഡുകളുടെ നിറം നോക്കുകയോ ഒന്നും ചെയ്യാതെ നമ്മുടെ നിയോജക മണ്ഡലത്തെ മുൻഗണനാടിസ്ഥാനത്തിൽ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ 2350 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്തിയ ഒരു മണ്ഡലമായി കേരളത്തിൽ ഇത് മാറി. ഇവിടെ പാണ്ടിപ്പുറം പൊങ്ങണങ്കാട്ടേക്ക് കരിമാത്രയിൽ നിന്നെത്തുന്ന റോഡ് BMDC, അവിടെ നിന്ന് മുടിക്കോട്ടേക്ക് പോകുന്ന റോഡ് ജർമ്മൻ ടെക്നോളജി ആയിട്ടുള്ള SPR, യാത്രാ സൗകര്യങ്ങൾ മാറി. കട്ടിലപ്പൂവത്തെ സ്കൂൾ മാറി, കരുവാങ്കാട്ടെ ആശുപത്രി മാറി. കച്ചത്തോട് എന്ന ഒരു പുതിയ ഡാം, ഇന്നലെ വരെ കേവലം ഒരു കൽവർട്ടായിരുന്ന സ്ഥലത്തൊരു ഡാം, ആ ആശയവും നമ്മൾ പൂർത്തീകരിച്ചു. ഇനിയും ചെയ്യാനുണ്ട് ഒരുപാട്. ആ പ്രവർത്തനങ്ങൾ നമ്മൾ ഒരുമിച്ച് ഏറ്റെടുക്കണം. എനിക്ക് ഉറപ്പുണ്ട്, കഴിഞ്ഞ 10 വർഷക്കാലമായി ഞാൻ നിങ്ങൾക്കിടയിലായിരുന്നു. എനിക്ക് ഉറപ്പുണ്ട്, ഈ നാട്ടിലെ അമ്മമാരുടെ മനസ്സിലെ റേഷൻ കാർഡ് ഒന്നെടുത്ത് നോക്കിയാൽ ആ റേഷൻ കാർഡിൽ പേര് രേഖപ്പെടുത്താൻ അനുവാദം കിട്ടിയ ഒരു വീട്ടുകാരനായി 10 വർഷക്കാലമായി നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന അഭിമാന ബോധം തന്നെയാണ് വീണ്ടും വന്നു നിൽക്കാൻ പ്രേരണയാകുന്നത്. ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് ഒറ്റ കാര്യം, എൻ്റെ പ്രകടന പത്രിക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയാണ്. വ്യക്തിപരമായി എൻ്റെ പ്രകടന പത്രികയിൽ എന്തെങ്കിലും വാഗ്ദാനമുണ്ടോ എന്ന് ചോദിച്ചാൽ 10 വർഷമായി ഞാൻ ആവർത്തിക്കുന്ന ഒറ്റ വാഗ്ദാനം, അത് എൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ അരിവാൾ ധാന്യക്കതിരിൽ വോട്ട് ചെയ്യുന്നവർക്കും അങ്ങനെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവർക്കും ഒരു നിമിഷം പോലും എന്നെക്കുറിച്ചോർത്ത് അങ്ങനെ ചെയ്തതിനെ പ്രതി ഒരു നിമിഷം പോലും തലകുനിക്കേണ്ടി വരില്ല എന്നാണ് ഞാൻ കൊടുത്ത വാഗ്ദാനം. അത് അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കിയ ആത്മാഭിമാന ബോധത്തോടെ. കുറഞ്ഞ ദിവസമാണ് ഇനിയുള്ളത്. എനിക്ക് എത്താൻ പറ്റാത്തിടത്തെല്ലാം നിങ്ങളെത്തണം. എനിക്ക് കേൾക്കാൻ പറ്റാത്തതെല്ലാം നിങ്ങൾ കേൾക്കണം. എന്നോട് പറയാൻ അവർക്കുള്ളതെല്ലാം നിങ്ങൾ കേൾക്കണം. അതിനവരോട് മറുപടി പറയണം, അവരെ കരുതണം, അവരെ സൂക്ഷിക്കണം. ആ വലിയ ചുമതല പ്രധാനപ്പെട്ട പ്രവർത്തകരായ നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് ഇനി എല്ലാവരും രാജന്മാരാവുക, എല്ലാവരുടെയും ചിഹ്നം അരിവാൾ ധാന്യക്കെതിരാവുക. ആ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ അഡ്വാൻസായി ഈസ്റ്ററിൻ്റെയും വിഷുവിൻ്റെയും ആശംസകൾ കൂടി നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട സഖാക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട രാജേട്ടൻ വന്നിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒല്ലൂർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന 3ാം തവണയും മത്സരിക്കുന്ന രാജേട്ടനെ വൻ ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ നിൽക്കുന്ന റോഡ് എന്ത് മനോഹരമായ രീതിയിൽ മിനിമാസ് ലൈറ്റ് കത്തിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നു. അപ്പൊ അത്രത്തോളം വികസനങ്ങൾ മാടക്കത്ര പഞ്ചായത്തിനെ സംബന്ധിച്ച് 250 കോടിയോളം രൂപയുടെ വികസനങ്ങൾ നടപ്പിലാക്കിയ പ്രിയപ്പെട്ട രാജേട്ടനെ വിജയിപ്പിക്കേണ്ടത് വൻ ഭൂരിപക്ഷത്തോടെയാണ് എന്നുള്ള ചിന്ത നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്നത് മാത്രം പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇതാ നിങ്ങളെ നേരിൽ കണ്ടുമുട്ടി ചോദിക്കാൻ കടന്നു വരുന്നു ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി പ്രിയമുള്ളത്. ജനജീവിതത്തെ സുതാര്യമാക്കണം, സുഗമമാക്കണം എന്നൊരു ലക്ഷ്യത്തോടു കൂടി പൊതുപ്രവർത്തന
പ്രവർത്തനങ്ങളാണ്. കോടതി ഭാഗമടക്കം പ്ലാസ വിഷയത്തിൽ ശക്തമായ നിലപാടെടുക്കണമെന്ന് ഉള്ളൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വികസന സ്വപ്നങ്ങളുള്ള ഒരു യോജനമാണ് ഉള്ളൂരിൽ ടൂറിസത്തിന് അനന്ത സാധ്യതകളുള്ള ഉള്ളൂരിൽ ഇപ്പോൾ ബീച്ച് ഡാമിന്റെ അവസ്ഥ ശോചനീയമാണ്. ഒരപ്പങ്കട്ട് അശാസ്ത്രീയമായ നിർമ്മാണമാണ്. അവിടെ ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ടൂറിസ്റ്റുകൾ. അതുപോലെ തന്നെ ചുള്ളിക്കാവ് ചിറ, ഓലക്കയം വെള്ളച്ചാട്ടം, പുത്തൂർ കായൽ, ഇതൊന്നും വികസനം തൊട്ടു തീരാത്ത സ്ഥലങ്ങളാണ്. ആ പ്രദേശത്തൊക്കെ വികസനം കൊണ്ട് നമുക്ക് സാധിക്കണം. അതൊക്കെ വലിയ ടൂറിസ്റ്റ് തൊട്ടതെല്ലാം പൊള്ളുന്ന വില കൂട്ടി സാധാരണക്കാരന്റെ ജീവിതം കുട്ടിച്ചോറാക്കി. എല്ലാ മേഖലകളും സാധാരണക്കാരുടെ നന്മകളുടെ ചെറിയ മനവെള്ളം ആകെ കരുത്തുള്ളി കലങ്ങി വരഞ്ഞ് കടന്നു വന്ന് കൈയടി ഇനി സുധേച്ചിയുടെ വീട്ടിൽ കൊണ്ട് ഒന്ന് കേൾക്കാം. ഒല്ലൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി കെ രാജൻ രാവിലെ മുതൽ പൊങ്ങണംകാട്, മാറ്റാമ്പുറം, താണിക്കുടം, മാടക്കത്ര, ചിറക്കക്കോട്, പാണ്ടിപ്പറമ്പ് തുടങ്ങിയ പ്രദേശങ്ങളിൽ സന്ദർശിച്ച് വീടാന്തരം കയറി വോട്ട് അഭ്യർത്ഥിച്ചു. സ്ഥാനാർത്ഥിക്കൊപ്പം നിരവധി പ്രാദേശിക LDF പ്രവർത്തകർ ഉണ്ടായിരുന്നു. ഉച്ചകഴിഞ്ഞ് പാണഞ്ചേരി പഞ്ചായത്തിലെ വടക്കൻ പ്രദേശങ്ങളിലും അദ്ദേഹം എത്തി വോട്ട് അഭ്യർത്ഥിച്ചു. സ്വദേശിനാണ് സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട രാജേട്ടൻ സംസാരിക്കും. പ്രിയപ്പെട്ട സഖാക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട രാജേട്ടൻ വന്നിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒല്ലൂർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന, 3ാം തവണയും മത്സരിക്കുന്ന രാജേട്ടനെ വൻ ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ നിൽക്കുന്ന റോഡ് എന്ത് മനോഹരമായ രീതിയിൽ മിനിമാസ് ലൈറ്റ് കത്തിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നു. അപ്പൊ അത്രത്തോളം വികസനങ്ങൾ മാടക്കത്ര പഞ്ചായത്തിനെ സംബന്ധിച്ച് 250 കോടിയോളം രൂപയുടെ വികസനങ്ങൾ നടപ്പിലാക്കിയ പ്രിയപ്പെട്ട രാജേട്ടനെ വിജയിപ്പിക്കേണ്ടത് വൻ ഭൂരിപക്ഷത്തോടെയാണ് എന്നുള്ള ചിന്ത നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്നത് മാത്രം പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒല്ലൂർ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി ബിജോയ് തോമസ് മണ്ണുത്തിയിലും ചിറക്കക്കോട് റോഡരികിലെ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വോട്ട് അഭ്യർത്ഥിച്ചു. സ്ഥാനാർത്ഥിക്കൊപ്പം പ്രാദേശിക NDA നേതാക്കളും ഉണ്ടായിരുന്നു.
നമ്മുടെ ഇതാ കേബിളിന്റെ മുതലാളിയാണ് കേട്ടോ. തകർത്തോണ്ട് തൃശൂർ NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാലിനു വേണ്ടി മഹിളാ മോർച്ച പ്രവർത്തകർ നഗരത്തിൽ വോട്ട് അഭ്യർത്ഥിച്ചു. ചലച്ചിത്ര നടനും സംവിധായകനുമായ EA രാജേന്ദ്രൻ അന്തരിച്ചു. 71 വയസ്സായിരുന്നു. അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. കൊല്ലത്തെ വസതിയിലായിരുന്നു അന്ത്യം. മുകേഷിന്റെ സഹോദരി ഭർത്താവാണ്. ഭൌതിക ശരീരം തൃശൂരിൽ പൊതുദർശനത്തിന് വയ്ക്കും. CPI തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലായിരിക്കും പൊതുദർശനം. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ തൃത്തല്ലൂരിലെ വസതിയിൽ നടക്കും. പൌരസ്ത്യ കൽദായ് സുറിയാനി സഭയുടെ 35ാമത് കൽദായ് കൺവെൻഷൻ ആരംഭിച്ചു. കിഴക്കേക്കോട്ട മാർ യോഹന്നാൻ മംദാന പള്ളിയിൽ മാർ ഔഗ്യൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്ത ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം CSI സഭയുടെ ഫാദർ DS അരുൺ സുവിശേഷ ദൂത് പങ്കുവച്ചു. ഫാദർ ഡേവിസ് തലോക്കാരൻ, ദിവ്യശ്രീ, ബാബു കാട്ടുകാരൻ ഷമാശൻ എന്നിവർ പ്രസംഗിച്ചു. 5 ദിവസം നീണ്ടുനിൽക്കുന്ന കൺവെൻഷൻ ഓശാന ഞായറോടെ സമാപിക്കും. പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ ഈ സുവിശേഷ കൺവെൻഷൻ ഇവിടെ ആരംഭിക്കുകയാണ്. 35ാം വർഷത്തിലെ സുവിശേഷ കൺവെൻഷൻ. 35 വർഷം മുമ്പ് ഇത് സർക്കാർ ജീവനക്കാരുടെ കോടിക്കണക്കിന് രൂപയുടെ ആനുകൂല്യങ്ങൾ നൽകാത്ത സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ സമീപനം തിരിച്ചറിയുക. ബോബിൻ P സംസ്ഥാന ട്രഷറർ NGO അസോസിയേഷൻ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അപൂർണമായ ഉത്തരവുകളിറക്കി ജീവനക്കാർക്ക് ലഭിക്കേണ്ട ലക്ഷം കോടി രൂപ കവർന്നെടുത്ത ഇടതു സർക്കാരിന്റെ നാളുകൾ എണ്ണപ്പെട്ടുവെന്ന് ബോബിൻ P സംസ്ഥാന ട്രഷറർ അറിയിച്ചു. APS സംബന്ധിച്ച് വിശദമായ ഉത്തരവ് ഇറക്കാൻ പോലും സർക്കാരിന് സാധിച്ചില്ല എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. രാജു ഫ്രാൻസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഷാജു VM സ്വാഗതവും തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ മുഖ്യപ്രഭാഷണവും നടത്തി. മധു ആശംസയർപ്പിച്ച യോഗത്തിൽ അൻസാർ TA നന്ദി അറിയിച്ചു. ഗസ്റ്റ് ഓഫീസറായി പ്രൊമോഷൻ ലഭിക്കുകയും മെയ് മാസം സർവീസിൽ നിന്ന് വിരമിക്കുകയും ചെയ്യുന്ന ഉണ്ണികൃഷ്ണൻ KRന് ആദരവ് നൽകി. പ്രതിനിധി സമ്മേളനം ജില്ലാ പ്രസിഡന്റ് സന്തോഷ് തോമസ് ഉദ്ഘാടനം ചെയ്തു. യാത്രയയപ്പ് സമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഹനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. അവണൂർ പഞ്ചായത്ത് 4ാം വാർഡ് മെമ്പർ റിമ ബൈജു, KGOU സംസ്ഥാന കമ്മിറ്റി അംഗം ഗിരീഷ് KP, സംസ്ഥാന ഭാരവാഹി സുബിത VS, NGO അസോസിയേഷൻ വനിതാ ഫോറം കൺവീനർ ഗിരിജ, വനിതാ ഫോറം കൺവീനർ മീര P ബബിത എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി VA ഷാജു റിപ്പോർട്ടും ട്രഷറർ അൻസാർ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. അടുത്ത ഭാരവാഹികളായി രാജു PF പ്രസിഡന്റ്, ഷാജു VA സെക്രട്ടറി, അൻസാർ PA ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം.
എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടാ? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്ക. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ ദിനങ്ങളിൽ ഡ്രൈ ഡേ പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജില്ലയിൽ വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് 48 മണിക്കൂർ മുൻപ് ഏപ്രിൽ 7 വൈകിട്ട് 6 മണി മുതൽ ഏപ്രിൽ 9 വോട്ടെടുപ്പ് കഴിയുന്നതുവരെ വോട്ടെണ്ണൽ ദിനമായ മെയ് 4 ലഹരി വിരുദ്ധ ദിനമായി പ്രഖ്യാപിച്ച് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും ജില്ലാ കളക്ടറുമായ ശിഖ സുരേന്ദ്രൻ ഉത്തരവിറക്കി. ലഹരി വിരുദ്ധ ദിനങ്ങൾ പ്രഖ്യാപിച്ച തീയതികളിലും സമയത്തും ജില്ലയിൽ സർക്കാർ ഓഫീസുകളിലോ സ്വകാര്യ സ്ഥാപനങ്ങളിലോ ലഹരി പദാർത്ഥങ്ങളുടെ വിൽപ്പന, വിതരണം, സംഭരണം എന്നിവ നിരോധിച്ചു. മദ്യഷാപ്പുകൾ, ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ക്ലബ്ബുകൾ എന്നിവയ്ക്ക് ഉത്തരവ് ബാധകമായിരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന PN വൈശാഖിനെ വിജയിപ്പിക്കാൻ കരുമത്രയിൽ UDF ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് K ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. സന്തോഷ് ഏറക്കാട്ട് അധ്യക്ഷനായി. കുട്ടൻ മച്ചാട്, അൽഫോൻസ ഫ്രാൻസിസ്, വിനോദ് മാടവന, AA ഫൈസൽ, ജെയിംസ് കുണ്ടുകുളം, AA ബഷീർ, CP ഔസേബ്, ഷഹന നൌഷാദ്, KC സെബാസ്റ്റ്യൻ, CO അലോഷ്യസ് എന്നിവർ സംസാരിച്ചു. പട്ടികയിൽ വരുത്താൻ വേണ്ടി 10 ദിവസം കഴിഞ്ഞിട്ടാണ് ഇലക്ഷൻ വരുള്ളൂ. ഇന്നിപ്പോ ആ ധാരണയടക്കം മാറ്റിക്കൊണ്ടാണ് അവർ ചെയ്തിരിക്കുന്ന പ്രവൃത്തികൾ മുഴുവൻ. അപ്പോൾ ഇതിനെതിരെ നമ്മൾ ജനങ്ങളെ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രതിഷേധിച്ചുകൊണ്ട് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് ഇതിനൊരു തിരിച്ചടി കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യം. അത് എല്ലാവരും വൃത്തിയായിട്ട് നിറവേറ്റിക്കൊണ്ട് മെയ് മാസം 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ പിണറായി വിജയൻ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷം മാർക്സിസ്റ്റ് പാർട്ടി ഇനി കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കിക്കൊണ്ട് നല്ലൊരു വിജയമാക്കി, നമ്മുടെ UDFന്റെ വിജയം ആക്കി വലിയൊരു വമ്പിച്ച വിജയമാക്കി മാറ്റണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കൺവെൻഷൻ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് എന്റെ വാക്ക് ഉപസംഹരിക്കുന്നു. മാവേലി സ്റ്റോറുകൾ തുടങ്ങിയിരിക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇന്ന് സബ്സിഡി സാധനങ്ങളൊന്നും ഇല്ല എന്ന് മാത്രമല്ല, മറ്റുള്ള സാധനങ്ങൾ മാത്രം വില കൂടിയത് ഓപ്പൺ മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വില കൊടുത്തിട്ട് വാങ്ങേണ്ട ഗതികളിലേക്കാണ് നമ്മളെല്ലാവരും നീങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നമ്മൾ വേണ്ട വിധത്തിൽ കണ്ടുകൊണ്ട് വേണം വോട്ട് നമ്മുടെ ചെയ്യാൻ എന്നുള്ളതാണ് നിങ്ങളുടെ അടുത്ത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇനി ആകെ 14 ദിവസമേ ഉള്ളൂ ഇലക്ഷൻ വന്നു. ഇലക്ഷൻ കമ്മീഷണറും കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒത്തുകളിച്ചുകൊണ്ട്
അവർ പെട്ടെന്ന് ഇലക്ഷൻ പ്രഖ്യാപിക്കുക, പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇനി വർക്ക് ചെയ്യാനോ ഒന്നിനും സമയം കൊടുക്കാതെ ഉള്ളൊരു തിയറിയാണ് അവർ എടുത്തത്. സാധാരണ നമുക്കൊക്കെ അറിയാം, ഇലക്ഷന്റെ ഉദ്ഘാടനം ചെയ്ത ഗ്രാമപഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ ശ്രീ കെ ചന്ദ്രശേഖരൻ, വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ വിനോദ് മാടവന, മഹിളാ കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറി ശ്രീ അൽഫോൺസ ഫ്രാൻസിസ്, ബൂത്ത് പ്രസിഡന്റ് ഫൈസല്, ബഷീർ ജെയിംസ്, ഔസഫ് പുണ്യേട്ടൻ, ഷഹന തുടങ്ങി ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന സഹപ്രവർത്തകരുടെ സുഹൃത്തുക്കൾ, ഏപ്രിൽ 9 നടക്കുന്ന കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ കൺവെൻഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, തുടർച്ചയായി 10 വർഷം കേരളം ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനുള്ള ജനം കൊടുക്കുന്ന ഒരു താക്കീതാണ് 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സമ്മതിദാനാവകാശം. ആ വോട്ട് നമ്മൾ രേഖപ്പെടുത്തുന്നത് നമ്മുടെ അമ്പലത്തിലെ സ്വർണം കട്ട അയ്യപ്പനെ വരെ അടിച്ചു മാറ്റാൻ നോക്കിയ സർക്കാരിനുള്ള താക്കീതാണ്. അതുപോലെ കേരളത്തിലെ സമസ്ത മേഖലകളിലും ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് ഞങ്ങൾ അധികാരത്തിൽ കയറിയ ഐക്യജനാധിപത്യ മുന്നണി ഒല്ലൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കണ്ടത്തിന്റെ വിജയത്തിനായി ദളിത് കോൺഗ്രസ് ഒല്ലൂർ മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു. നടത്തറ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ സംഘടിപ്പിച്ച പരിപാടി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നാഷണൽ കോർഡിനേറ്റർ ഡോക്ടർ ഹർഷിത ഗാന്ധി ഉദ്ഘാടനം ചെയ്തു. ഔദ്യോഗിക പദവികളൊന്നുമില്ലാതെ അഡ്വക്കേറ്റ് ഷാജി ഒല്ലൂർ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ മാത്രം മതി അദ്ദേഹത്തിന്റെ വിജയം ഉറപ്പാണെന്നും ഡോക്ടർ ഹർഷിത ഗാന്ധി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. KPCC ജനറൽ സെക്രട്ടറി KV ദാസൻ മുഖ്യപ്രഭാഷണം നടത്തി. രാജേന്ദ്രൻ അരങ്ങത്ത്, ദളിത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ES ബൈജു, സന്തോഷ് ഐത്താടൻ, PK വിജേഷ്, ഹരീഷ് മോഹൻ, അനൂപ് മരത്താക്കര തുടങ്ങിയവരും പങ്കെടുത്തു. മണുതി പൈപ്പ് ലൈൻ റോഡിന്റെ വടക്കുവശം കരിങ്കൽ ഭിത്തി കെട്ടുന്ന പണികൾ പുരോഗമിക്കുന്നു. എന്നാൽ റോഡിന്റെ തെക്ക് വശത്ത് വീതിയുള്ള തോടും പുല്ലും മാലിന്യങ്ങളും നിറഞ്ഞ് വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ച് പരിസരത്തെ വീടുകളിൽ വെള്ളം കയറുന്നു. വിൽസൺ എന്നയാളുടെ ഉപജീവന മാർഗമായ നഴ്സറിയിൽ വെള്ളം കയറി ചെടികൾ വ്യാപകമായി നശിച്ചു. അധികൃതർ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടെങ്കിലും നടപടികൾ വേഗത്തിലാക്കുന്നില്ലെന്നാണ് പരാതി. ജീവിതം ദുസ്സഹമാക്കുന്നതായി തോടിന്റെ വശങ്ങളിൽ താമസിക്കുന്ന 100 കണക്കിന് കുടുംബങ്ങൾ പരാതിപ്പെടുന്നു. ഈ തോട്ടിലെ പുല്ലും മാലിന്യങ്ങളും അടിയന്തരമായി നീക്കം ചെയ്ത് വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യം ചെയ്യേണ്ടതാണ്. ഡിവിഷൻ്റെ 13ാം ഡിവിഷനാണിത്. ഈ 13ാം ഡിവിഷനിൽ മഴക്കാലത്തും വേനൽക്കാലത്തും ഇപ്പോൾ വെള്ളക്കെട്ട് സമൃദ്ധിയായിട്ട് നിൽക്കണം. ഇവിടെ ഞങ്ങൾക്ക് ഒരു നിലയ്ക്കും ജീവിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനായി. കാരണം ഇവിടെ 2-3 വീട്ടിൽ സ്ഥിരം വെള്ളം കയറുന്നുണ്ട്. പിന്നെ എൻ്റെ കൃഷിയിൽ എനിക്കിപ്പോൾ ഞാൻ 60 വയസ്സ് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് പണിയെടുത്തിട്ട് ഇവിടെ ജീവിക്കണത്. എൻ്റെ വസ്തുവകളാണ് ഈ നഴ്സറി, ചെറുതായിട്ട് കച്ചവടം. ഇതാണെങ്കിൽ ഇതിൽ വെള്ളം കയറി ആകെ നാശമായിക്കൊണ്ടിരിക്കുക. ഇത് ശനിയാഴ്ച തുടങ്ങിയ വെള്ളപ്പൊക്കമാണ്. ഈ വെള്ളം കയറുന്നതിന് കാരണം എന്താണെന്ന് പറയാം? വെള്ളം കയറിയത് ഇപ്പോൾ ഡാമിൽ നിന്ന് കുടിവെള്ളത്തിന് വിട്ടിട്ടില്ല. അവർ 2 ദിവസം 3 ദിവസം കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യാറുണ്ട്. പക്ഷേ സമൃദ്ധിയായിട്ട് വെള്ളം പോണത്. അപ്പോൾ കയറാനുള്ള കാരണം നമ്മുടെ ഈ ചാല് ഭയങ്കര ബ്ലോക്കാണ്. ഈ ചാലി കൂടെ വെള്ളം പോകേണ്ടടുത്ത് പുല്ല് നിറഞ്ഞ് മാലിന്യം നിറഞ്ഞ് കിടക്കുക. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെള്ളം പോകണില്ല. ഈ വെള്ളം ചിറകെട്ടിയിട്ട് നമ്മുടെ പറമ്പിലേക്കും വീടുകളിലേക്കും കയറുക. വെള്ളം ഒഴുകുന്നില്ല. സുഗമമായ വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഈ ജനപ്രതിനിധികളോ അധികാരികളോ ശ്രദ്ധ ഒക്കെ വരണം. എന്നാൽ മാത്രമാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ. പിന്നെ ഈ 3-3.5 കിലോമീറ്റർ ദൂരമുള്ള ഈ ചാലിയിൽ നിന്ന് തിരിഞ്ഞു പോണ ഒരു ഭാഗമുണ്ട്. നിങ്ങളുടെ അറ്റത്ത് തിരിഞ്ഞു പോകണോടത്ത് ആ കൽവർട്ടിൽ വലിയ പൈപ്പ്, വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കടന്നു പോകുന്നുണ്ട്. ഈ പൈപ്പിൻ്റെ അടിയിൽ 1 അടിക്ക് താഴെയാണ് വെള്ളം കടന്നു പോകാനുള്ള ഗ്യാപ്പ് ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ട് അതിലെ നിർമ്മാണാപാകതയാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം. വെള്ളം കടന്നു പോകണില്ല. ഈ 3.5 കിലോമീറ്റർ 4 കിലോമീറ്റർ വരുന്ന ഈ പ്രദേശത്തുള്ള വെള്ളം, പിന്നെ ബൈപ്പാസിൽ നിന്ന് വരുന്ന വെള്ളവും ഇവിടേക്കാണ് വരുന്നത്. ഈ വെള്ളം കടന്നു പോകാനായിട്ട് ആകെ 1 അടി താഴെയാണ് ഗ്യാപ്പുള്ളൂ. അപ്പോൾ അവിടെ ആ നിർമ്മാണാപാകത പരിഹരിച്ച് ആ കൽവർട്ട് ഒന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ശാശ്വതമായൊരു പരിഹാരമായി മാറും. ഇത് കാരണം പൊക്കല്ല ചെയ്യേണ്ടത്. പാലത്തിൻ്റെ അടികൂടെ പോകുന്ന ഈ പൈപ്പിൻ്റെ അടിയിൽ ഒരു 1/2 അടിക്ക് മേലെ കോൺക്രീറ്റ് നിൽക്കുന്നുണ്ട്. ആ കോൺക്രീറ്റ് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെള്ളം പോകാനായിട്ടുള്ള സുഗമമായിട്ടുള്ള വഴിയാണ്. പാലം പൊക്കിയതുകൊണ്ട് വെള്ളത്തിന് പൈപ്പിൻ്റെ മുകളിൽ ഇവിടെ ഇല്ല പോകേണ്ടത്. പൈപ്പിൻ്റെ അടിയിൽ കൂടെ പോകണം. കാരണം വെച്ചാൽ പൈപ്പിൻ്റെ അടിയിൽ പൈപ്പ് വലിയ പൈപ്പാണ്. ആ പൈപ്പ് ചിറകെട്ടി പൊന്തും.
ചിറ കെട്ടി പൊന്തുമ്പോഴാണ് നമ്മുടെ വീടുകളിലേക്ക് വെള്ളം കയറണത്. അത് ചിറ കെട്ടി പൊന്താതിരിക്കണമെങ്കിൽ അതിൻ്റെ അടിയോടെയുള്ള ഒഴുക്ക് കൃത്യമാക്കണം. എന്നാൽ മാത്രമാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ സമാധാനമായിട്ടുള്ള ലെവലിൽ പരിഹാരം ഉണ്ടാവണമെങ്കിൽ ഈ ചാല് ഒന്ന് വെടുപ്പാക്കി കിട്ടണം. ഈ പുല്ലും മാലിന്യങ്ങളും നീക്കി കളഞ്ഞാൽ കുറച്ചൊരു സമാധാനം കിട്ടും. എന്നാലും ശാശ്വതമല്ല ഈ പരിഹാരം. ഇത് എഞ്ചിനീയറിംഗ് ഡിവിഷന് കൊണ്ടുവന്നിട്ട് അവരുടെ ഓഫീസർമാരെ പരിശോധനയ്ക്ക് ശേഷം ഈ കൽവർട്ട് പുതുക്കി പണിതാൽ നന്നായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം, ഈ പ്രദേശത്തുള്ളവരുടെ അഭിപ്രായം. ഈ 2.5 അടി താഴ്ചയുമുള്ള ഒരു ചാലാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. എന്നിട്ട് തിരിയുന്നത് ഒരു കൽവർട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. ആ കൽവർട്ടിൻ്റെ ഉള്ളിലൂടെ ഇപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ വലിയ പൈപ്പ് കടന്നു പോകുന്നു. ഈ പൈപ്പിൻ്റെ അടിയിലൂടെ വെള്ളം കടന്നു പോകാനായിട്ട് 1 അടി മാത്രമാണ് താഴ്ചയുള്ളത്. അതുകൊണ്ട് ഇവിടെ വരുന്ന ഈ ഇത്രയും ദൂരത്തുനിന്ന് വരുന്ന വെള്ളം ഇവിടെ ചിറ പൊന്തി ഞങ്ങളുടെ വീടുകളിലേക്കും കൃഷി സ്ഥലങ്ങളിലേക്കും വെള്ളം കയറി ഞങ്ങളുടെ വസ്തുവകൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു വലിയ പ്രശ്നമാണ്. ഇതെല്ലാ കാലഘട്ടത്തിലും ഈ പ്രശ്നം നിലനിൽക്കുന്നത്. ഇത് പലപ്പോഴും നമ്മളെ അധികാരികളെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വേനൽക്കാലത്ത് ഞങ്ങളുടെ വസ്തുവകളിൽ വെള്ളം കയറിയിട്ട് വളരെയധികം ദുരിതം അനുഭവിച്ചു. 4-5 ദിവസത്തോളമായി ഈ പ്രശ്നം ഞങ്ങൾ ഇവിടുത്തെ അധികാരികളെ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇതിന് ഇപ്പോഴും ഒരു പരിഹാരം കിട്ടുന്നില്ല. വാഴാനി പൊങ്ങണംകാട് റോഡിൽ കരുവാൻകാട് ഭാഗത്ത് വാനും പെട്ടി ഓട്ടോയും കൂട്ടിയിടിച്ചു. പെട്ടി ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതര പരിക്കേറ്റു. നാട്ടുകാർ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. LDYF പുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച യുവജന നൈറ്റ് മാർച്ചിന്റെ ഫ്ളാഗ് ഓഫ് ഡിവൈഎഫ്ഐ നേതാവ് മനു പുതിയമഠം നിർവഹിച്ചു. ഇളംതുരുത്തി മുതൽ പുത്തൂർ സമാന്തര പാലം വരെയാണ് നൈറ്റ് മാർച്ച് നടത്തിയത്. LDF ഒല്ലൂർ മണ്ഡലം സ്ഥാനാർത്ഥി കെ രാജന്റെ വിജയം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയായിരുന്നു മാർച്ച്. NG സനൂപ് അധ്യക്ഷത വഹിച്ച സമാപന യോഗം ഡിവൈഎഫ്ഐ ഏരിയ സെക്രട്ടറി മിഥുൻ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യുവജന പ്രതീക്ഷയുടെ പ്രതീകമാണ് കെ രാജനെന്നും അദ്ദേഹത്തെ വിജയിപ്പിക്കേണ്ടത് നാടിന്റെ ആവശ്യമാണെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. സനൂപ്, ശ്രീജീഷ്, നിഖിൽ, PS അഖിൽ എന്നിവർ സംസാരിച്ചു. അതുപോലെ തന്നെ പട്ടയം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജീവിക്കുന്ന മനുഷ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമുക്ക് അഡ്രസ്സ് ചെയ്യുന്നതിനും പരിഹരിക്കുന്നതിനും വേണ്ടി സാധിക്കും. യുവാക്കളെ നല്ല രീതിയിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒട്ടനവധി പദ്ധതികൾ ഈ സർക്കാർ നടപ്പിലാക്കുന്ന സ്ഥിതിയുണ്ടായി. PSC മുഖാന്തരം ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന ഒരു ഭരണം. മറ്റൊരിടവേള. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. +2 വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് മാർച്ച് 31 മുതൽ നീറ്റ് പരീക്ഷയുടെയും BSc നഴ്സിംഗ് കർണാടക പരീക്ഷയുടെയും എൻട്രൻസ് കോച്ചിംഗ് തികച്ചും സൗജന്യമായി നൽകുന്നു.
കർണാടകയിലെ നവോദയ മെഡിക്കൽ കോളേജും തൃശൂരിലെ ലോഗോസ് അക്കാദമിയും സംയുക്തമായാണ് സൗജന്യ എൻട്രൻസ് പരിശീലനം നൽകുന്നത്. ഈ അവസരം പാഴാക്കാതിരിക്കാൻ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. ലോഗോസ് അക്കാദമി, ടെമ്പിൾ സ്ക്വയർ ബിൽഡിംഗ്, AR മേനോൻ റോഡ്, നായ്ക്കനാൽ, തൃശൂർ. ഫോൺ 9447063440, 9447063840. വാർത്തകൾ തുടരുന്നു. ബാഡ്മിന്റൺ കളിച്ച് വോട്ട് അഭ്യർത്ഥിച്ച ഷാജി വക്കീൽ. കൂട്ടാല കതിരപ്പള്ളി ശ്രീധരൻ മെമ്മോറിയൽ ബാഡ്മിന്റൺ അക്കാദമിയിൽ ബാഡ്മിന്റൺ കളിച്ച് വോട്ട് അഭ്യർത്ഥിച്ച് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ഷാജി കോടങ്കണ്ടത്ത്. വ്യാഴാഴ്ച രാവിലെ 6 മണിക്ക് ബാഡ്മിന്റൺ കോർട്ടിലെത്തിയ ഷാജി വക്കീൽ അക്കാദമിയിലെ താരങ്ങളോടൊപ്പമാണ് ബാഡ്മിന്റൺ കളിച്ചത്. ആരോഗ്യമുള്ള യുവജനങ്ങളാണ് നാടിന്റെ വാഗ്ദാനമെന്ന് ഓർമ്മിപ്പിച്ച വക്കീൽ അതിനുവേണ്ടി താൻ പട്ടിലുംകുഴിയിൽ ടർഫ് ആരംഭിച്ചതും പീച്ചിയിൽ ബാഡ്മിന്റൺ അക്കാദമി തുടങ്ങിയതും ഓർമ്മപ്പെടുത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KC അഭിലാഷ്, KA ജോൺസൺ, CS ശ്രീജു തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും കളിക്കാരും ഒപ്പമുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലൊരു ഫുട്ബോൾ കളിക്കുക, ക്രിക്കറ്റ് കളിക്കുക, ഷട്ടിൽ കളിക്കുക, ഇത് മൂന്നും ജീവിതത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഇന്നത്തെ തലമുറയ്ക്ക് പുതിയ രീതിയിലുള്ള ടർഫ് കോർട്ട്, അതുപോലെ ഷട്ടിൽ ഇൻഡോർ കോർട്ടൊക്കെ ഉണ്ടായാലാണ് അവർക്ക് പുതിയ തലമുറയ്ക്ക് ഇനിയുള്ള IM വിജയൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള സാഹചര്യം ഒരുക്കുക. അതിനുവേണ്ടിയാണ് അന്ന് ഫുട്ബോൾ ടർഫ് കോർട്ട് അവിടെ നാട്ടുകാരെല്ലാവരും സഹകരണത്തോടുകൂടി ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ ഇൻഡോർ ഷട്ടിൽ കോർട്ട്, പീച്ചിയിൽ ആദ്യത്തെ ടർഫ് കോർട്ടാണ് അവിടെ, ഇൻഡോർ ഷട്ടിൽ കോർട്ടാണ് അവിടെ വന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടായ അന്നൊക്കെ നമുക്ക് തീരെ സാഹചര്യങ്ങളില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ നല്ല സാഹചര്യത്തിൽ കളിച്ചു വരണം, എന്നാലാണ് അവർ ദേശീയ അന്തർദേശീയ ലെവലിലെത്തുള്ളൂ. അതിനുള്ള സാഹചര്യം ഒരുക്കാമെന്ന് മാത്രമേ ചെയ്തിട്ടുള്ളൂ. തീർച്ചയായിട്ടും കുട്ടികൾക്ക് സ്പോർട്സ് ആക്ടിവിറ്റീസിന് സൗകര്യം ഉണ്ടെങ്കിൽ അവർ പിന്നെ മയക്കുമരുന്നും മദ്യത്തിനൊന്നും അടിമപ്പെടില്ല. അവരൊക്കെ അവരുടെ രീതിയിലുള്ള ഫിറ്റ്നസ് നിലനിർത്തേണ്ട ഒരു ആഗ്രഹം അവർക്ക് മനസ്സിലാവും. എന്താണെന്ന് വെച്ചാൽ കളി ജയിക്കണമെങ്കിൽ ഫിറ്റ്നസ് ഉണ്ടാവണം. ഫിറ്റ്നസ് ഉണ്ടായാൽ മാത്രമാണ് കളി ജയിക്കുള്ളൂ എന്ന ചിന്ത ഉണ്ടാവും. അവർ മദ്യം മയക്കുമരുന്ന് അതിൻ്റെ അഡിക്ഷനിൽ പോയില്ല. അപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഫുട്ബോൾ, ഷട്ടിൽ, അതുപോലെ തന്നെ ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളും കാര്യങ്ങളും ഉണ്ടാവണം, ആധുനിക സൗകര്യങ്ങൾ ഉണ്ടാവണം എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. പീച്ചി പള്ളിക്കുന്നിൽ കാട്ടാനയുടെ വിളയാട്ടം കൃഷി നശിപ്പിച്ചു. പാണഞ്ചേരി പഞ്ചായത്തിലെ പീച്ചി പള്ളിക്കുന്ന് പ്രദേശത്ത് കാട്ടാനയുടെ വിളയാട്ടം. കഴിഞ്ഞ ദിവസം രാത്രിയിലെത്തിയ കാട്ടാന പ്രദേശത്തെ സുഭാഷ് മേക്കര, ബൈജു കടുക്കാച്ചിറ എന്നിവരുടെ പറമ്പിൽ തെങ്ങ്, വാഴ, ചക്ക എന്നിവ നശിപ്പിച്ചു. വാഴകൾ, പ്ലാവിലെ നിരവധി ചക്ക ആന ഭക്ഷിക്കുകയും നശിപ്പിക്കുകയും ചെയ്തു. പഞ്ചായത്ത് അംഗം സന്ധ്യ ഷാജി, മുൻ പഞ്ചായത്ത് അംഗം ബാബു തോമസ്, പരിസരവാസികളായ സുഭാഷ്, കുര്യൻ തെക്കേക്കര, വിബീഷ്, ആന്റണി ചിറ്റിലപ്പള്ളി എന്നിവർ സ്ഥലത്തെത്തി. കാട്ടാനയുടെ ആക്രമണം തുടർന്നാൽ നാട്ടുകാരെ സംഘടിപ്പിച്ച് ഫോറസ്റ്റ് ഓഫീസിലെത്തി അന്തി ഉറങ്ങാനാണ് തീരുമാനമെന്ന് ഇവർ അറിയിച്ചു. പീച്ചി പള്ളിക്കുന്ന്, ജണ്ടമുക്ക്, തെക്കേക്കുളം, താമരവള്ളച്ചാല്, മയിലാട്ടുംപാറ എന്നീ പ്രദേശങ്ങളിൽ കാലങ്ങളായിട്ട് ഈ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് കിടന്നുറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. നമുക്കറിയാം, പകൽ സമയങ്ങളിൽ ഈ വീട്ടിലെ ആളുകൾ മുഴുവൻ ഓരോ കൂലിവേലയ്ക്കും മറ്റുള്ള പണികൾക്കും പോകുന്ന സാഹചര്യങ്ങൾ, കൂലിപ്പണി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ ആ വഴിയിലെല്ലാം ആനയുടെ ശല്യം കൊണ്ട് അവർക്ക് വീട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത സാഹചര്യം, കുഞ്ഞുമക്കൾക്ക് ധൈര്യമായിട്ട് സ്കൂളിലേക്ക് കുഞ്ഞുമക്കളെ പറഞ്ഞുവിടാൻ പറ്റാത്തൊരു സാഹചര്യം, ഇവിടെ അന്നാന്ന് കിടന്ന് ഉറങ്ങുവാൻ പറ്റാത്തൊരു സാഹചര്യം. അങ്ങനെ ഈ പ്രദേശത്തുള്ള ആളുകൾ വളരെ ദുരിതത്തിലാണ്. ഇന്ന് പള്ളിക്കുന്ന് പ്രദേശത്താണ് ഇപ്പോൾ ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഈ പള്ളിക്കുന്ന് പ്രദേശത്തുള്ളവർ ഉറങ്ങിയിട്ട് ഇപ്പോൾ മാസങ്ങളായിട്ടുണ്ടാവും, സമാധാനമായിട്ടൊന്ന് കിടന്നുറങ്ങിയിട്ട്. ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ ആന വീട്ടിൽ വന്ന് വീടിൻ്റെ പുറകുവശത്ത് വന്നിട്ട് പ്ലാവിൽ നിന്ന് ചക്കയിടുകയും അതുപോലെ ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളാണ്. ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ വാച്ചർമാരെ നിയമിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ആ ഒരു വാച്ചർമാരും ആകെ 2 വാച്ചർമാരെ വെച്ചിട്ട് ഈ പ്രദേശം മുഴുവൻ എങ്ങനെ അവരുടെ പ്രവർത്തനം ചെയ്യാനായിട്ട് സാധിക്കും? ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് യാതൊരു ശല്യം ഇതുവരെ വന്നിട്ടില്ല. കാരണം അവർ ഫോറസ്റ്റ് ഓഫീസുകളിൽ അവർ വിശ്രമിക്കുക. അത് ഇപ്പോൾ ആന 2-3 പേരെ ഇപ്പോൾ ചവിട്ടി കൊന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം വാച്ചർമാരെയാണ് ചവിട്ടി കൊന്നേക്കണേ. ഈ പ്രദേശവാസികളായ ആളുകൾ ദുരിതത്തിലായിട്ട് ഇത്രയും കാലമായിട്ട് ഈ പ്രദേശത്ത് ഒന്ന് തിരിഞ്ഞു നോക്കുവാനോ ഈ പ്രദേശത്ത് ഒരു സ്വൈര്യമായി കിടന്നുറങ്ങുവാനോ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന ഇവിടുത്തെ ഭരണകർത്താക്കൾ അത് ചെയ്യുന്നില്ലെങ്കിൽ, ഇവിടുത്തെ മന്ത്രി, നമുക്കറിയാം മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടം പോലെ ഫണ്ടുകൾ ആവശ്യമില്ലാത്ത എല്ലാ മേഖലകളിലും ചെലവഴിക്കുന്നുണ്ടെന്ന് പറയുന്നു. എന്നാൽ ഈ പ്രദേശത്ത് ഒരു ആന കടന്നു വരാതിരിക്കാൻ വേണ്ടി വേണ്ടുന്ന സാഹചര്യങ്ങൾ, അതിന് ഒട്ടനവധി സാഹചര്യങ്ങൾ തന്നെ ജനങ്ങളെന്നുള്ള നിലയിൽ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒന്നിനും ഫണ്ട് വയ്ക്കുവാനോ ഫണ്ട് ഉപയോഗിക്കാനോ സാധിക്കുന്നില്ല.
ഈ പ്രദേശത്ത് എന്ന് പറഞ്ഞാൽ പട്ടയമില്ല. ഇപ്പോൾ പട്ടയമില്ലാത്ത ഒരു പ്രദേശമാണ് ഈ പ്രദേശം മൊത്തം. ഇവിടെ ഇന്ന് പട്ടയം കൊടുക്കാം, നാളെ പട്ടയം കൊടുക്കാം. ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിക്കണതിൻ്റെ തലേദിവസം പറഞ്ഞ് പട്ടയം കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ എവിടെ പട്ടയം കൊടുക്കുന്നു? ഇവിടെ പട്ടയം കൊടുത്തു എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ആർക്കും ഇവിടെ ഈ വനപ്രദേശത്തിന്റെ സൈഡുകളിൽ താമസിക്കുന്ന ആർക്കും പട്ടയമില്ല. LDF സ്ഥാനാർത്ഥി കെ രാജൻ പാണഞ്ചേരിയിൽ പര്യടനം നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന അഡ്വക്കേറ്റ് കെ രാജന്റെ സ്ഥാനാർത്ഥി പര്യടനം പാണഞ്ചേരിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി. മാടക്കത്തറ പഞ്ചായത്തിലെ സ്വീകരണം കഴിഞ്ഞ് പാണഞ്ചേരി പഞ്ചായത്തിലെ ആദ്യ കേന്ദ്രമായ മുടിക്കോട് ചാത്തൻകുളത്തെത്തി. തുടർന്ന് പാണഞ്ചേരി, കുരങ്ങൻപാറ, പട്ടിക്കാട്, തെക്കുംപാടം, മേലേച്ചിറ, വഴക്കുംപാറ, മയിലാട്ടുംപാറ, തെക്കേക്കുളം, വിലങ്ങന്നൂർ, കരടിയള, മാരാക്കൽ, പള്ളിക്കണ്ടം, വടക്കുംപാടം എന്നിവിടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി കൂട്ടാളിയിൽ സമാപിച്ചു. നേതാക്കളായ KP പോൾ, വർഗീസ് കണ്ടംകുളത്തി, EM വർഗീസ്, VC സുജിത്, മനു പുതിയമഠം, സനിൽ വാണിയമ്പാറ, ജിനേഷ് പീച്ചി എന്നിവർ കൂടെ പങ്കെടുത്തു. എൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട്, സുഹൃത്തുക്കളോട്, ബന്ധുമിത്രാദികളോട് എല്ലാം അഭ്യർത്ഥിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നിങ്ങളെ 2 മണിക്കൂർ കാത്തു നിർത്തി ഇപ്പോൾ എത്തിച്ചേർന്നത്. എൻ്റെ കുറവ് കൊണ്ടും കുഴപ്പം കൊണ്ടുമല്ല. രാവിലെ കൃത്യനേരത്ത് തന്നെ ആരംഭിച്ചതാണ്. കൂടുതൽ കേന്ദ്രങ്ങൾ, കൂടുതൽ ആളുകൾ, വീർപ്പ് മുട്ടിക്കുന്ന സ്നേഹപ്രകടനങ്ങൾ. യഥാർത്ഥത്തിൽ പ്രശ്നം അതാണ്. ഇന്നലെ രാവിലെ മുതൽ തന്നെ ഇരുചക്ര വാഹനങ്ങൾ ഒപ്പം ഓടരുത് എന്ന് കർശന നിർദ്ദേശം കൊടുത്തു. കാരണം എത്താനുമാകുന്നില്ല, കടുത്ത ചൂടും. ഇരുചക്ര വാഹനങ്ങൾ നിർത്തിയിട്ടും കേന്ദ്രങ്ങളിൽ നിന്ന് വൈകി എത്തേണ്ടി വരുന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ ദീർഘമായ ഒരു വർത്തമാനത്തിലേക്ക് പോകുന്നില്ല. വികസനം ഒരിടിപ്പിനെ കുറിച്ചാണ് ചിലരുടെ അഭിപ്രായ പ്രകടനം. പറയുന്നത് നന്നാക്കിയ BMBC റോഡിൻ്റെ ഒത്ത നടുവിൽ നിന്നുമാണ്. ജനമതിനെ തിരിച്ചറിയും. നമ്മുടെ നാട് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ റോഡടക്കം നമ്മുടെ നിയോജക മണ്ഡലത്തിലെ റോഡുകൾ, പാലങ്ങൾ, സ്കൂളുകൾ, സുവോളജിക്കൽ പാർക്കോളം പോകുന്ന വികസന പ്രവർത്തനങ്ങൾ എല്ലാം നടന്ന ഒരു കാലമാണ്. ആ കാലത്ത് ജാതിമത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗ വ്യത്യാസമില്ലാതെ നമ്മൾ ഒരുമിച്ചായിരുന്നു. നമ്മൾ ഏതെങ്കിലും ഒരു ജാതിയോ ഒരു മതമോ ഒരു രാഷ്ട്രീയമോ വികസനത്തിൽ നോക്കി കണ്ടിട്ടില്ല. എന്ന് മാത്രമല്ല 10 വർഷക്കാലം ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലായിരുന്നു. കഠിനമായിട്ടുള്ള പ്രളയം മൂക്കിന് താഴെ വന്നു നിൽക്കുന്ന നേരത്ത് നാം അതിനെ അതിജീവിച്ചു. കോവിഡിൻ്റെ ഭീകരതയ്ക്കിടയിലും കൂടിച്ചേരാൻ പറ്റിയില്ലെങ്കിലും നാം അകലങ്ങളിൽ നിന്നുകൊണ്ട് നമ്മുടെ കൂട്ടായ്മ രൂപീകരിച്ച് അതിനെ മറികടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ പാണഞ്ചേരിയിൽ കെ രാജന്റെ തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ സംസാരിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 പട്ടിക്കാട് ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ സ്ഥാനാർത്ഥി കെ രാജൻ, ജില്ലയിലെ LDF നേതാക്കൾ എന്നിവർ പങ്കെടുക്കും. ബസ് സ്റ്റാൻഡിൽ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു വരുന്നു. സ്റ്റേജിന്റെയും പന്തലിന്റെയും നിർമ്മാണം പൂർത്തീകരിച്ചു. 3 ദിവസം മുൻപേ ഗതാഗതം തടസ്സപ്പെടുത്തി ബസ് സ്റ്റാൻഡ് അടച്ചുകെട്ടി സ്റ്റേജും പന്തലും നിർമ്മിച്ചതിൽ വ്യാപകമായ പ്രതിഷേധമുണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമസഭാ പ്രചരണ ചൂടിൽ ഒല്ലൂർ, തൃശൂർ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ. ചലച്ചിത്ര നടനും സംവിധായകനുമായ EA രാജേന്ദ്രൻ അന്തരിച്ചു. 71 വയസ്സായിരുന്നു. പൗരസ്ത്യ കൽതായ സുറിയാനി സഭയുടെ 35ാമത് കൽതായ കൺവെൻഷൻ ആരംഭിച്ചു. വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ ദിനങ്ങളിൽ ഡ്രൈ ഡേ പ്രഖ്യാപിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.